ജനസഭ ആരംഭിക്കുകയാണ്. ആദ്യമായിട്ട് 1 മിനിറ്റ് മൗന പ്രാർത്ഥനയ്ക്ക് വേണ്ടി എല്ലാവരും എഴുന്നേറ്റ്. ആം ആദ്മി പാർട്ടിയുടെ കേരള ഘടകം സെക്രട്ടറി അനിൽ ഐക്കര വേറൊരു ലിസ്റ്റ് ഓഫ് ഗസ്റ്റുകളുടെ പേരിൻ്റെ കയ്യിലുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവരിപ്പം എത്തിയിട്ടില്ല. ഒരു 5-10 മിനിറ്റിനകത്ത് അവരെല്ലാം ഇവിടെ എത്തിച്ചേരുന്നതായിരിക്കും. അതുപോലെ ആം ആദ്മി പാർട്ടിയുടെ തിരുവനന്തപുരം ഡിസ്ട്രിക്ട് കമ്മിറ്റി കൺവീനർ ഡോക്ടർ സുഗതൻ ടി, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ ജനസഭയിൽ വന്നു ചേർന്ന് സ്വാഗതം ഏർപ്പെടുത്തുന്നു. എക്സ്ക്യൂസ് മീ, ഞാൻ എൻ്റെ പ്രസംഗം ഒരല്പത്തേക്ക് നിർത്തുവാണ്. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട വിശിഷ്ടമായ നമ്മുടെ സുഗതകുമാരി ടീച്ചർ വരുന്നുണ്ട്. മാഡം, നമ്മുടെ സുഗതകുമാരി ടീച്ചർ വരുന്നുണ്ട്. മാഡം, സുഗതകുമാരി ടീച്ചറിന് പ്രത്യേകമായി ഈ ജനസഭയിൽ പങ്കുചേർന്നതിന് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നന്ദി വിചാരിക്കുന്നു. 115 വർഷങ്ങൾക്ക് മുമ്പ് സ്വാമി വിവേകാനന്ദൻ കേരളത്തിനെ പറ്റി പറഞ്ഞത് കേരളം ഒരു ഭ്രാന്താലയം ആണെന്നാണ്. അദ്ദേഹം അതിനെ ഇംഗ്ലീഷിൽ വിശേഷിപ്പിച്ചത് കേരള ഈസ് എ ലുനാറ്റിക് ഹൗസ്. വേറൊരിടത്ത് അദ്ദേഹം പറഞ്ഞത് കേരള ഈസ് എ മാഡ് ഹൗസ്. മീഡിയയിലും സോഷ്യൽ മീഡിയ, TV എന്നിവയിലെല്ലാം നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ എന്താണ് നടക്കുന്നത്? പെൺവാണിഭം, സ്ത്രീകൾക്ക് എഗെയിൻസ്റ്റുള്ള അതിക്രമം, കൊച്ചുകുട്ടികൾക്ക് എതിരെയുള്ള ലൈംഗിക പീഡനങ്ങൾ, കുംഭകോണം, മണൽ മാഫിയ, അങ്ങനെ കള്ളത്തരത്തിൻ്റെയും കൊള്ളരുതായ്മയുടെയും ഒരു സമയമായി മാറിയിരിക്കുകയാണ്. എൻ്റെ പല കൂട്ടുകാരും, പ്രത്യേകിച്ച് വിദേശികളായ പല കൂട്ടുകാരും എൻ്റെ അടുത്ത് പറയും, ജോർജ്, യുവർ സ്റ്റേറ്റ് കേരള ഈസ് സച്ച് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇറ്റ്സ് ആക്ച്വലി ആൻഡ് ട്രൂലി ഗോഡ്സ് ഓൺ കൺട്രി. അതെ, എൻ്റെ കൂട്ടുകാർ പലരും പറയും കേരളം വളരെ മനോഹരമായ സ്ഥലമാണ്. ഇറ്റ്സ് ട്രൂലി ദൈവത്തിൻ്റെ നാട് തന്നെയാണ്. പക്ഷേ അവരത് പറയുമ്പോൾ ശരിക്കും എൻ്റെ മനസ്സിലൊരു വെമ്പൽ കൊള്ളുകയാണ്. എനിക്ക് തോന്നുന്നത് ഇൻസ്റ്റെഡ് ഓഫ് ഗോഡ്സ് ഓൺ കൺട്രി, കേരളത്തിനെ വി ക്യാൻ കോൾ ഇറ്റ് മാഡ്സ് ഓൺ കൺട്രി, അതായത് ഭ്രാന്തന്മാരുടെ സ്ഥലം. നിങ്ങൾ എന്ത് പറയുന്നു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ? ഈ ദുരവസ്ഥയ്ക്ക് കാരണം എന്താണ്? തീർച്ചയായിട്ടും നമ്മളെ ഭരിക്കുന്ന ഭരണകർത്താക്കളുടെ, അത് പ്രതിപക്ഷമാണെങ്കിലും ഭരണപക്ഷമാണെങ്കിലും, അവരുടെ പിടിപ്പുകേട് മാത്രമാണ്. സാമൂഹികമായും സോഷ്യലിയും ഫിനാൻഷ്യലിയും നമ്മളെ എല്ലാ രീതിയിലും നമ്മുടെ ഭരണകർത്താക്കൾ നമ്മളെ തകർത്തിരിക്കുകയാണ്. ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കേരളത്തിനെ പോലെ കോർ കോമ്പറ്റൻസി ഉള്ള ഒരു സംസ്ഥാനം അല്ലെങ്കിൽ ഒരു ഏരിയ ലോകത്ത് തന്നെ കാണാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഫലഭൂഷ്ടമായ മണ്ണ്, വിദ്യാസമ്പന്നരായ നാട്ടുകാർ, ഏറ്റവും നല്ല കാലാവസ്ഥ, വളരെ നീണ്ട സീഷോ. ഇത് വെച്ചൊക്കെ നമുക്കൊക്കെ ആലോചിക്കാം ഏതൊക്കെ രീതിയിൽ നമുക്ക് മുതലെടുക്കാൻ പറ്റുമെന്ന്. പക്ഷേ നമ്മുടെ പൊളിറ്റിക്കൽ പ്രസ്ഥാനങ്ങൾ, LDF ആണെങ്കിലും UDF ആണെങ്കിലും, നമ്മൾ പലപ്പോഴും ടിവിയിലും മീഡിയയിലൊക്കെ ചർച്ച കാണുന്നുണ്ട്. ആരെങ്കിലും ഈ കോർ കോമ്പറ്റൻസിയെ പറ്റി സംസാരിക്കുന്നത് നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ആകെ ഉള്ള ഒരു ന്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു സരിതയും ഉണ്ട്, ഒരു സോളാറും ഉണ്ട്, ഒരു ബിജു ഉണ്ട്, ഒരു ഷാലു മേനോനും ഉണ്ട്, അല്ലേ? ആലോചിച്ച് നോക്കൂ, നമ്മുടെ കേരളത്തിൻ്റെ ഒരു വർഷത്തെ GDP എന്ന് പറഞ്ഞാൽ 1,35,000 കോടി രൂപയാണ്. അല്ല, 60,000 കോടി രൂപ ഗൾഫ് വിദേശ മലയാളികൾ അയച്ചു തരുന്നതാണ്. 9,000 കോടി രൂപ മദ്യം വിറ്റ് കിട്ടുന്ന ടാക്സാണ്. 7,000 കോടി രൂപ ലോട്ടറി ടിക്കറ്റിൻ്റെ സെയിൽസാണ്.
ബാക്കി വരുന്ന 35,000-40,000 കോടി രൂപ ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇത് കളക്ട് ചെയ്യുന്ന ടാക്സാണ്. അപ്പോൾ കേരളത്തിൻ്റെ ഒരു 60% GDP, അതായത് നമ്മുടെ ഗവൺമെൻറ്റിനെ കൊണ്ടു നടക്കുന്ന ഒരു 60% കാശ് ഗവൺമെൻറ്റിന് ഓസിന് കിട്ടുന്നതാണ്. ഈ രീതിയിലാണോ നമുക്കൊരു സംസ്ഥാനത്തിനെ വികസിപ്പിക്കാൻ പറ്റുന്നത്? 21ാം നൂറ്റാണ്ടിലേക്ക് പോകുമ്പോൾ ഈ രീതിയിലുള്ള ഒരു പ്ലാനാണോ നമുക്ക് വേണ്ടത്? ആലോചിച്ച് നോക്കും. നമുക്കിതെല്ലാം മാറ്റാനുള്ള സമയം ആയി കഴിഞ്ഞു. എപ്പോഴെങ്കിലും നമ്മൾ TV-യിലോ പേപ്പറിലോ ഒരു പുതിയ കമ്പനി വരുന്നു, 10,000 പേർക്ക് ജോലി കൊടുക്കുന്നു, വലിയൊരു എൻവയോൺമെൻ്റലി ഫ്രണ്ട്ലി ഒരു ബിസിനസ് പ്രോജക്റ്റ് വരുന്നു, ഇതിനെപ്പറ്റി എന്തെങ്കിലും നമ്മൾ കേൾക്കുന്നുണ്ടോ? തീർത്തുമില്ല. വേണ്ടാത്ത അനാവശ്യമായ ന്യൂസുകൾ മാത്രമാണ് നിറഞ്ഞു നിൽക്കുന്നത്. നമ്മുടെ പൊതുജനത്തിനും നമ്മുടെ നാടിനും ഒരു ഗുണമില്ലാത്ത കുറേ ന്യൂസുകൾ മാത്രമാണ് എല്ലാ ദിവസവും നമ്മുടെ മീഡിയകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. എന്നാൽ സ്വന്തം താല്പര്യം വരുമ്പോൾ ഇതെല്ലാം മറച്ചു വെച്ചായിരിക്കും. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് ആറന്മുള വിമാനത്താവളം. നമുക്ക് തമ്പാനൂർ ബസ് സ്റ്റേഷൻ കഴിഞ്ഞ 35 വർഷമായിട്ട് 40 വർഷമായിട്ട് ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ 8 അടി വരെ വെള്ളം പൊങ്ങും. മേ ബി ലോകത്തിന് ആദ്യമായിട്ടായിരിക്കും ബസ് സ്റ്റേഷനിൽ നിൽക്കുന്ന ഒരാൾ 2 മണിക്കൂർ മഴ പെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ മുങ്ങിച്ചത്തുന്നിരിക്കും. അത് നികത്താനോ അത് ശരിയാക്കാനോ നമ്മുടെ ഗവൺമെൻറ്റോ നമ്മുടെ സംവിധാനത്തിനോ ഒരു താല്പര്യവുമില്ല. എന്നാൽ ആറന്മുള പോലെ ഒരു പൈതൃകമായ ഒരു സ്ഥലത്ത് 500 ഏക്കർ കായൽ, വയൽ എന്നിവ മണ്ണിട്ട് നികത്തി വേണ്ടാത്ത ഒരു എയർപോർട്ട് കൊണ്ടുവരാൻ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും വളരെ ഊർജമാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്കറിയാം അവരുടെ ഇരട്ടത്താപ്പ് നയവും സമൂഹത്തിന് വേണ്ടി അവർക്ക് ചെയ്യാൻ ഒരു താല്പര്യമില്ല എന്നുള്ള നയത്തിൻ്റെ വ്യക്തത. എനിവേ, ഇതെല്ലാം ഞാൻ എൻ്റെ പ്രസംഗം പറഞ്ഞധികം നീട്ടിക്കുന്നില്ല. നമുക്ക് ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, അതായത് ശക്തിപരമായ ഒരു 3ാം മുന്നണി കെട്ടിപ്പടുത്തുക. നമുക്കിപ്പോൾ നമ്മുടെ കയ്യിലുള്ള ആ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ആം ആദ്മി പാർട്ടിയാണ്, AAP. നമ്മൾ ഓൾറെഡി നമ്മുടെ വിജയം ഡൽഹിയിൽ പാറിക്കഴിഞ്ഞു. നമ്മുടെ 21ാം നൂറ്റാണ്ടിൽ there is only one option to counter the negative forces that is actually killing our state and the country, അതായത് ആം ആദ്മി പാർട്ടി. ഈ പറയുന്ന സമയത്ത് ഞാൻ നമ്മുടെ പ്രശസ്തമായ നമ്മുടെ ഹിന്ദി സിനിമയാണ് ഷോലയിലെ ഒരു വളരെ യുണീക്കായിട്ടുള്ള ക്യാരക്ടറാണ് അംജദ് ഖാൻ ആക്ട് ചെയ്തത്, അതായത് ഗബർ സിംഗ്. അതിൽ വളരെ ഒരു ക്ലാസിക്കായിട്ടൊരു കൊട്ടേഷനുണ്ട്, വോ ഡർ ജായേഗ വോ മർ ജായേഗ. അതായത് പേടിക്കുന്നവൻ മരിച്ചവന് തുല്യമാണ്. അതെ, ആം ആദ്മി പാർട്ടി നമുക്ക് വളർത്തണം. ദ റോഡ് ഈസ് ലോങ് ആൻഡ് വൈഡ് ആൻഡ് ഡാർക്ക്. നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ട്, പക്ഷേ നമ്മൾ പേടിക്കത്തില്ല. കാര്യം നമ്മൾ നമ്മുടെ നാടിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രവർത്തനമാണ് ഒരു ഓൾട്ടർനേറ്റ് പാർട്ടിയെ വളർത്തിക്കൊണ്ടുവരിക. നമ്മൾ ചെയ്യുന്നത് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയാണ്. ഇപ്പോൾ ഭരിക്കുന്നവരുടെ കയ്യിൽ അത് ഭരണപക്ഷമാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും ഈ രീതിയിൽ പോവുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തെ കുട്ടിച്ചോറാക്കും എന്നുള്ളതിന് ഒരു സംശയമില്ല. അവർ ഓൾറെഡി ആക്കി കഴിഞ്ഞു, ഇനി ഇതിൻ്റെ അപ്പുറം ആക്കുന്നതായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഇവിടെ ഇരിക്കുന്ന എല്ലാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർക്കും 2014 വർഷം വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എൻ്റെ ക്രിസ്മസ് ഞാൻ ആശ്വസിക്കുന്നു. 2014 വർഷം നമുക്ക് പാർട്ടിയുടെ കെയർ ഓഫിൽ ഒത്തിരി പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് വളർത്തിയെടുക്കണം. നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്ത് ജനങ്ങളെ നമ്മുടെ പാർട്ടി ആം ആദ്മി പാർട്ടിയിലേക്ക് നമുക്ക് വരുത്താൻ നോക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് വീണ്ടും ഈ ജനസഭയിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.
നിങ്ങളെ എല്ലാവർക്കും